ഫിസിക്സ് പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സെക്ടറാണ്. ഒത്തിരി കാലങ്ങളായിട്ട് ഒത്തിരി പേര് ചോദിച്ചിരുന്ന ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സെക്ടറിനെ കുറിച്ച് അനലൈസ് ചെയ്യണമെന്നുള്ളത്. വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സെക്ടർ വളരെ അഗ്രസീവ് ആണ്. അപ്പം പക്ഷേ ഈ ഒരു സെക്ടർ അനലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന അത്ര ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മൾ ഹൈഡ്രോ കാർബൺ ബിസിനസ്സോ അല്ലെങ്കിൽ ബ്രോക്കിംഗ് ബിസിനസ്സോ അല്ലെങ്കിൽ മെറ്റലോ ഇതുപോലുള്ളതൊക്കെ അനലൈസ് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു പണിയല്ല വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ഒറ്റ വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ബിസിനസ് മോഡലായിട്ടോ നിൽക്കുന്നതല്ല. 15 തരത്തിലുള്ള കമ്പനികൾ ഉണ്ടെങ്കിൽ അത് 16 തരത്തിലുള്ള വെർട്ടിക്കൽസും ബിസിനസ് മോഡലും ആണെന്നുള്ള ഒരു സത്യം അവിടെ നിലനിൽക്കുന്നു. കൂടാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആന്റിസിപ്പേറ്റഡ് റവന്യൂസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ, പ്രവചിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും സാധ്യമല്ല എന്നുള്ളതും പ്രശ്നങ്ങളുണ്ട്. ഇതേപോലത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ആണ് മറ്റൊരു കാര്യം, നമുക്ക് ഈ പറഞ്ഞ ചുരുങ്ങിയൊരു സമയത്തിൻ്റെ അകത്ത് പലപ്പോഴും ഈ ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെക്ടറിൻ്റെ അനാലിസിസ് ഒതുക്കാൻ താരതമ്യേന കുറച്ച് വിഷമമായതുകൊണ്ടാണ് പലപ്പോഴും ഇത് ഈ ഒരു സെക്ടറിനെ കുറിച്ച് അനാലിസിനുള്ള വളരെയധികം ആവശ്യങ്ങളൊക്കെ വന്നെങ്കിലും നമ്മളത് മാറ്റി വെച്ച് പോയത്. പക്ഷേ എങ്കിൽ പോലും അടുത്ത കാലത്തായിട്ട് കുറേ പേരൊക്കെ ചോദിച്ചതുകൊണ്ട് അത് ചെയ്യാമെന്ന് കരുതി കഴിയുന്നത്ര ചുരുങ്ങിയ സമയത്തിൻ്റെ അകത്ത് കഴിയുന്നത് പോലെയൊക്കെ ചെയ്യാമെന്ന് കരുതും. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കുറേ മുമ്പേ തന്നെ തുടങ്ങണം. എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത കാലങ്ങളായിട്ട് കുറേ പേര് ട്രോൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അദ്ദേഹം സ്കൂട്ടറിൻ്റെ അകത്ത് സ്കൂട്ടിക്കകത്ത് കൊണ്ടുപോയിട്ട് ഒരു ബൈക്കിൻ്റെ അകത്ത് നിന്ന് വേസ്റ്റ് തട്ടിത്തെറിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം റൊണാൾഡോയുടെയോ എന്തോ ഫുട്ബോളിൻ്റെ ഒക്കെ ഒരു കമൻട്രി ഒക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് കാര്യങ്ങളൊക്കെ വിടുക. നമുക്ക് വിചിന്തനീയമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ അല്ലെങ്കിൽ 105 രൂപ ചിലവിൽ പെട്രോൾ അടിച്ചിട്ട് ഒരാൾ വളരെ ദൂര സ്ഥലത്തും കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്യുന്നു, കൊണ്ടുപോയി തട്ടുന്നുവെങ്കിൽ ആ കാര്യത്തിൻ്റെ ചേതോവികാരം എന്താണ്? വളരെ ലളിതമാണ്. 100 രൂപ പെട്രോൾ അടിച്ച് കൊണ്ടുപോയി തട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ ആ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സാധ്യതകളോ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ വേസ്റ്റ് ലോക്കൽ ആൻഡ് സെൽഫ് ഗവൺമെൻറ് ബോഡി ഇവർ വന്നിട്ട് എടുക്കുക, പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഒന്നും എടുക്കുക എന്ന് പറയുന്നതോ ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അടുത്ത കാലത്ത് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, അതിനകത്ത് വേസ്റ്റൊക്കെ ഹരിത കർമ്മസേനയൊക്കെ സെലക്റ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് മിഷൻസൊക്കെ പലപ്പോഴും ചെയ്യുന്നത് അവർ സെലക്റ്റീവായിട്ടാണ് എടുക്കുന്നത്. സെലക്റ്റീവായിട്ട് എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പല സോഷ്യൽ മീഡിയയിലും യൂട്യൂബിൻ്റെ അകത്തൊക്കെ വളരെ ഒത്തിരി പേര് അതിനെക്കുറിച്ച് പ്രൊവോക്കേറ്റീവായിട്ടും അവർ വളരെ പ്രലോഭിതരായിട്ടും ഒക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് ഹരിതകർമ്മസേന ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹരിതകർമ്മസേന എടുക്കുന്ന വേസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏജൻസീസ്, കമ്പനികളൊക്കെ അവസാനം എടുത്തിട്ട് പോകുക എന്നുള്ളതാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ എല്ലാ തരത്തിലുള്ള വേസ്റ്റും ഒരേപോലെ മാനേജ് ചെയ്യുന്ന കമ്പനികൾ ഈ നാട്ടിൽ തൽക്കാലം ഇല്ല. അത് ആൻ്റണി വേസ്റ്റ് ആകട്ടെ, അല്ലെങ്കിൽ വെബാഗ് ആകട്ടെ, അല്ലെങ്കിൽ ഗ്രാവിറ്റാസ് ആകട്ടെ, ഇവരെല്ലാവരും ഓരോ തരത്തിലുള്ള വേസ്റ്റിൻ്റെ മുകളിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അൺഓർഗനൈസ് സെക്ടറിലുള്ള വളരെയധികം വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനികളാണെങ്കിൽ അവസ്ഥ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവർ പറയുന്ന ഏത് ഏജൻസി ആയിട്ടാണോ ഈ പറയുന്ന ലോക്കൽ ആൻഡ് സെൽഫ് ഗവൺമെൻറ് ബോഡി, അത് പഞ്ചായത്തോ ആരെങ്കിലും ആകട്ടെ, അവർ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി പറയുന്ന തരത്തിലുള്ള ഒരു മാലിന്യം മാത്രമേ ഏറ്റെടുക്കാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവർ ഒഴിവാക്കിയിട്ട് പോകും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറേ പേരൊക്കെ പറയും, ചിലപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ബയസ്ഡ് ആയിട്ടുള്ളവരൊക്കെ പറയും, അപ്പോൾ പിന്നെ ബാക്കിയുള്ള വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ബാക്കിയുള്ള വേസ്റ്റ് എന്ത് ചെയ്യും എന്നുള്ളത് വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ പെറ്റ് ബോട്ടിൽ മാത്രം പ്രോസസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ മറ്റൊന്നും എടുക്കുന്നില്ല അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചായത്ത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം ലെതർ വേസ്റ്റുകളോ അല്ലെങ്കിൽ ഷൂവ് അല്ലെങ്കിൽ സാൻഡൽസ് അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലാസ്റ്റിക് കവറുകൾ എന്നുള്ള മാലിന്യങ്ങളെല്ലാം എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പം ആ ഒരു ചോദ്യത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോ, സ്കൂട്ടറിലോ ഒക്കെ എവിടെയെങ്കിലും പോയിട്ട് തട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സാമൂഹികപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതൊരു വളരെ സാധ്യതയുള്ളൊരു സെക്ടറാണെന്നുള്ളതാണ്. അതായത് ഒരിക്കലും ഇവിടെ മാലിന്യങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെ, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് ഉൾപ്പെടെ ഇവിടെ മാലിന്യം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കർശനമായിട്ടുള്ള പല പല നോംസും കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് പലപ്പോഴും ഒരു അത്യന്താപേക്ഷിതമായിട്ട് ഒരു വികസിത രാജ്യത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വികസന രാജ്യത്തെ സംബന്ധിച്ചോ അത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ സ്വച്ഛ് ഭാരത് ക്യാമ്പയിൻ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ചില്ലറയല്ല. അത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൻ്റെ അകത്തോ അല്ലെങ്കിൽ റെയിൽവേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള ഇമ്പാക്റ്റ് കാണാം. ഒരു 20 വർഷം മുമ്പുള്ള റെയിൽവേ കമ്പാർട്ട്മെൻറ്റ്സ്, റെയിൽവേ സ്റ്റേഷനുകളും ഇന്നുള്ളതും കാണുന്ന ഒരു വലിയ വ്യത്യാസം, അത് ഒരു പരിധിവരെ ഈ പറഞ്ഞ സംസ്കാരം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളൊരു കാര്യം.
അപ്പോൾ നമ്മൾ ഈ സെക്ടേഴ്സിൻ്റെ അകത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് വളരെ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഏകദേശം 65% ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ അത് ലാൻഡ് ഫില്ലിലാണ് ഉപയോഗിക്കുന്നത്. അതായത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തള്ളിക്കൊണ്ടുപോയിട്ട് ഇടുക, എന്നിട്ട് ലാൻഡിൽ ലെവൽ ചെയ്യുക, ഫില്ല് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും കപ്പാസിറ്റി നമുക്കില്ല. അപ്പം ഇവിടെയുള്ള ആന്റണി വേസ്റ്റ് ആകട്ടെ, അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള വേസ്റ്റുകളുടെ ഇവരെല്ലാവരും കപ്പാസിറ്റി പ്രൊഡക്ഷനോ അല്ലെങ്കിൽ കപ്പാസിറ്റി ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് തക്കതായിട്ട് ഉള്ള വേസ്റ്റുകൾ പ്രോസസ് ചെയ്യാൻ വേണ്ടി തക്കതായിട്ടുള്ളത് അല്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കമ്പനികൾക്കുള്ള സ്പേസ് അവിടെയുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിഗ്ഗിയും സൊമാറ്റോയും കഴിഞ്ഞ് വേറെ ഏതെങ്കിലും കമ്പനി വന്നാൽ രക്ഷപ്പെടുമെന്ന് ചോദിക്കുന്ന പോലെയല്ല. അവിടെ സ്കോപ്പ് അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അൺഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ അകത്ത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ 65% വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 65% ഇവിടെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള കമ്പനികളാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പരിചയമുള്ള പലരും ചോദിക്കും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റാസ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലോറൈഡ് മെറ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ പോണ്ടി ഉണ്ട്, അല്ലെങ്കിൽ പൈലറ്റ് ഇൻഡസ്ട്രീസ്, നൈല്, ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്, ഇവരെല്ലാവരും കൂടിയിട്ട് ഈ പറഞ്ഞ 4-5 ലിസ്റ്റഡ് കമ്പനികളൊക്കെ കൂടിയിട്ട് 35% അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ അകത്തേക്ക് കൂടെ കടന്നു കയറാനും ബെറ്റർ ടെക്നോളജീസ് ആയിട്ട് കടന്നു കയറാനും പുതിയ ക്യാപെക്സ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് അത് പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ അവിടെ വളരെയധികം നിലനിൽക്കുന്നുണ്ട്. കാരണം അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള പല കമ്പനികളെ സംബന്ധിച്ച് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 കൊണ്ടുവന്നിട്ടുള്ള ബാറ്ററി വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇത് ഉന്നം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് പ്രോഡക്ട്സിൻ്റെ മാത്രമല്ല, ഇവിടുത്തെ EV വേസ്റ്റിനെ കുറിച്ച് കൂടിയാണ്. അതായത് എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് ബാറ്ററി കൊടുക്കുന്ന കമ്പനിക്ക് തന്നെ അത് തിരിച്ചെടുക്കാനോ റീസൈക്കിൾ ചെയ്യാനോ ഉള്ളൊരു റെസ്പോൺസിബിലിറ്റി വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാം ക്ലോറൈഡൊക്കെ പോലത്തെ കമ്പനി എക്സൈഡിൻ്റെ ഫുള്ളി സബ്സിഡിയറിയാണ്. അപ്പം ബാറ്ററി എടുത്തിട്ട് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എക്സൈഡിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെ ഉള്ള നിയമങ്ങൾ പലതും കൊണ്ടുവന്നത്. എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് വെറും ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് മാത്രമല്ല, പ്ലാസ്റ്റിക്കിനും ഒക്കെ ബാധകമാണെന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. നമ്മൾ റീസൈക്കിളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യം, കാലം പുരോഗമിച്ചു വന്നത് ഒരു ലീനിയർ എക്കണോമിക്കകത്ത് നിന്ന്, വേസ്റ്റിന്റെ ലീനിയർ എക്കണോമിക്കകത്ത് നിന്ന് ഒരു സർക്കുലർ എക്കണോമിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സൈഡിൽ മാത്രം പോകുന്നത്. അതായത് നമ്മൾ വേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുക, എന്നിട്ട് അത് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. അതിൽ നിന്നും നമ്മൾ മാറിയിട്ട് എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് ഡിസ്പോസ് ചെയ്യുക, ചിലത് റീയൂസ് ചെയ്യുക, ചിലത് റീസൈക്കിൾ ചെയ്യുക, വീണ്ടും അത് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു സർക്കുലർ എക്കണോമി, വേസ്റ്റിൻ്റെ സർക്കുലർ എക്കണോമിയിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അഥവാ ഐഡിയലായിട്ട് അങ്ങനെയുള്ളത് മാറണം എന്നാണ് കണക്കാക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പല പോളിസീസും ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനികളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ കമ്പനികളൊന്നും നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ എങ്കിൽ പോലും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഉദാഹരണമായിട്ട് പറയുന്നത് ഗണേശ എക്കോസ്ഫിയർ. എനിക്ക് തോന്നുന്നത് ഗണേശ എക്കോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഗണേശ എക്കോസ്ഫിയർ പ്രധാനമായിട്ടും റീസൈക്കിൾഡ് പെറ്റ് ബോട്ടിൽസിൻ്റെ അകത്തുനിന്ന് ആർപ്പെറ്റ് യാണുണ്ടാക്കി അതിൻ്റെ അകത്തുനിന്ന് തുണികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. യാണുണ്ടാക്കുക മാത്രമല്ല, തുണികൾ വേറെ ഉണ്ടാക്കും. ഗ്രാവിറ്റ നമുക്കറിയുന്ന പോലെ തന്നെ മാർക്കറ്റ് ലീഡറാണ്. ലെഡ് ആസിഡിൻ്റെ അകത്തുനിന്ന്, ലെഡ് ആസിഡ് സെൽസിൻ്റെ അകത്തുനിന്നും ലെഡ് വേർതിരിച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഗ്രാവിറ്റിയെ സംബന്ധിച്ച് അത് മാത്രമല്ല ഗ്രാവിറ്റ ഇപ്പോൾ ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ കാപെക്സ് എക്സ്പെൻഷൻ്റെ പാർട്ടായിട്ട് അലൂമിനിയവും അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങും, അതേപോലത്തെ കഴിഞ്ഞ ദിവസത്തെ കോൺകോളിൻ്റെ അകത്ത് പറയുന്നത് ഈവൻ ഗണേശ എക്കോസ്ഫിയർ ചെയ്യുന്ന ആർപ്പെറ്റ്, റീസൈക്കിൾഡ് പെറ്റ് പോലും അതിൻ്റെ അകത്തുള്ള ഒരു പൈപ്പ് ലൈനിലുണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്തും ഉള്ള അനേകം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗ്രാവിറ്റ. അതുപോലെ ആന്റണി വേസ്റ്റ്, അത് എല്ലാ തരത്തിലുള്ള വേസ്റ്റും അവർ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ആന്റണി വേസ്റ്റും ഉണ്ട്. അതുപോലെ ഓട്ടോ സ്ക്രാപ്പ്, അത് MSTC ആണ് പ്രധാനപ്പെട്ട ഒരു കമ്പനി, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ എക്കോ റീസൈക്ലിംഗ് ലിമിറ്റഡ്, അത് ഈ വേസ്റ്റാണ് സാധാരണ റീസൈക്കിൾ ചെയ്യുന്നത്. വബാഗ് അയൺ എക്സ്ചേഞ്ച് തുടങ്ങിയിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനികളുമുണ്ട്, വേസ്റ്റ് വാട്ടർ പ്രോസസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഇരിക്കുന്നത്. കാർബൺ ബ്ലാക്ക് റീസൈക്ലിംഗ് കമ്പനികളാണ് ഹൈഗ്രീൻ കാർബണും, അതുപോലെ POCL സെയിം ഗ്രാവിറ്റ ചെയ്യുന്ന അതേ പണിയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ടിന്ന റബ്ബറും അതേപോലെ തന്നെ GRP ലിമിറ്റഡും ടയർ റീസൈക്ലിങ്ങും, പറയുന്ന പോലെ തന്നെ ടയർ വാൽക്കനൈസ്ഡ് ആയതുകൊണ്ട് രണ്ടാമത് ഒരു റീസൈക്ലിങ്ങോ ഒന്നും അത്ര പോസിബിൾ അല്ല. പക്ഷേ ടിന്ന റബ്ബറും അതേപോലെ തന്നെ GRPയും ടയറിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ഇടപെടുന്ന കമ്പനികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റെഗുലേഷൻസ് കൂടാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പോളിസീസ് ഉള്ളത്, ഒന്ന് നമ്മുടെ പെറ്റ് ബോട്ടിൽസിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ ഏകദേശം മിനിമം 30% ഈ പറഞ്ഞ പോലെ പുതിയ പെറ്റ് ബോട്ടിൽസ് ഉണ്ടാക്കുന്നത് 2025 ആകുമ്പോഴത്തേനും അതിൻ്റെ 30% ഈ പറഞ്ഞതുപോലെ നമ്മുടെ വേസ്റ്റ് റീസൈക്കിൾഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് വേണം എന്നുള്ളതൊരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുകൊണ്ട് തന്നെ മിക്ക കമ്പനികളും ഈ പറഞ്ഞ പോലെ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കുകൾക്ക് വേണ്ടിയിട്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനികളെ സമീപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി, ഇതിന്റെ ഭാഗമായിട്ട് അത് പ്ലാസ്റ്റിക് ആകട്ടെ അല്ലെങ്കിൽ ബാറ്ററികളാകട്ടെ, ഇപ്പോൾ ഈ ഇലക്ട്രോണിക് കമ്പനികൾക്കൊന്നും ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനികൾ സെറ്റപ്പ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് പോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കമ്പനിയായിട്ടുള്ള ടൈപ്പ് ചെയ്യുക എന്നുള്ളതേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു സാധ്യതകൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. അടുത്തായിട്ട് ഇതിന്റെ റിസ്കുകളെ കുറിച്ച് നോക്കാം. റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സത്യത്തിൽ റിസ്ക് ആയിട്ടുള്ളത്. ഒന്ന് ഗവൺമെന്റ് നോംസ്. ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഇതേപോലെ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കുകളും റീസൈക്കിൾഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഗവൺമെന്റ് പ്രോസസ്സിങ്ങിനെ കുറിച്ചുള്ള സ്ട്രിക്റ്റർ ഗൈഡ് ലൈൻസ് കൊണ്ടുവരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഇത് സെഗ്രിഗേഷന് വേണ്ടിയിട്ട് സോർട്ടിങ്ങിനും വേണ്ടിയിട്ട് എവിടെ എങ്ങനെയൊക്കെ കൂട്ടിയിടണം എന്നുള്ളത്, അതിപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് മാത്രമല്ല അതിൻ്റെ അത് നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യം. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല ഗൈഡ് ലൈൻസും ഈ പറഞ്ഞതുപോലെ ലോക്കൽ ആൻഡ് സെൽഫ് ഗവർണൻസ്, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആകട്ടെ, അവരാണ് ആത്യന്തികമായി ഇത്തരത്തിൽ സെഗ്രിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു 4-5 ഏക്കറിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് ഹയർ ഡെൻസിറ്റി ഉള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിലൊന്നും സമ്മതിക്കാൻ വഴിയില്ല. അപ്പോൾ ഇത് എവിടെ സെഗ്രിഗേറ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യങ്ങളാണ്. അപ്പോൾ പറയും കുഞ്ഞൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ. ആ പ്ലാന്റുകളൊക്കെ വളരെയധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയതാണ്. അപ്പോൾ നമ്മൾ ആന്റണി വേസ്റ്റിൻ്റെ ഒക്കെ കാര്യമാണെങ്കിൽ ആന്റണി വേസ്റ്റിൻ്റെ പല ഫെസിലിറ്റീസും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആന്റണി വേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്താ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഇതൊന്നും പലതും ഈ യൂറോപ്യൻ പ്ലാന്റ്സ് ഒക്കെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ പല സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള പ്ലാന്റുകൾ പോലെയോ ഉള്ള പ്ലാന്റുകളല്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ 2-3 പ്രോസസ്സിംഗ് സ്റ്റെപ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെയുള്ള യാർഡിൻ്റെ അകത്ത് കൂട്ടിയിട്ടിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെയാണ് നടക്കുന്നത്. അത് ആന്റണി വേസ്റ്റിൻ്റെ ആളുകളാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അതിന് വേണ്ടിയിട്ട് വേറെ വെൻഡേഴ്സിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ അടുത്തു നിന്നുള്ള പ്രശ്നങ്ങളും ലോക്കൽ ആൻഡ് സെൽഫ് ഗവർണൻസ് LSGDയുടെ അടുത്തു നിന്നുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം തരണം ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ എന്നുള്ളൊരു സത്യം കൂടി അവിടെ നിലനിൽക്കുന്നു. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗൽ കോംപ്ലക്സിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പബ്ലിക് ഹെൽത്തിന്റെ മുകളിലൊക്കെയുള്ള കൺസേൺസിന്റെ മുകളിൽ ആരെങ്കിലും കോടതിയിലേക്ക് കേസും കൂട്ടായിട്ട് പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ മുകളിൻ്റെ അകത്തുനിന്ന് ഒരു റിട്ടേൺസ് ലഭിക്കാത്ത അവസ്ഥയിൽ എത്തും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം 4, 5, 6 ആകെ ഒരു പ്രോസസ്സിംഗ് സെന്ററിന്റെ അകത്ത് ഒരെണ്ണം ഡൗൺ ആയാൽ തന്നെ ഈ പറഞ്ഞ പോലെ ഏകദേശം 16% അടുത്തുള്ള ഒരു റവന്യൂ ഡിപ്പ് വരും. അതൊരു വലിയൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞ അഡ്വാൻറ്റേജ് നേരെ തലതിരിച്ചുള്ള ഒരു കാര്യമാണ്. വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി ഒരു പ്രോസസ്സിംഗ് പ്ലാന്റ് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റിന്റെ ഷോർട്ടേജ് ഉണ്ടാകും എന്നുള്ള ഒരു വിചിത്രമായിട്ടുള്ള കാര്യം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾക്കാകട്ടെ അല്ലെങ്കിൽ വേസ്റ്റ് കളക്ഷൻ സെന്റേഴ്സിനാകട്ടെ ഇവർക്ക് വേണ്ടത്ര അത്തരത്തിലുള്ള വേസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊരു കപ്പാസിറ്റി ജനറേഷനിലേക്കോ കപ്പാസിറ്റി പ്രോസസ്സിങ്ങിലേക്കോ പോകുന്നതിന് വിഘാതമായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ നോംസ് ഒക്കെ മാറുന്നതനുസരിച്ച് പ്രോസസ്സിംഗ് ടെക്നോളജീസ് പലപ്പോഴും മാറ്റേണ്ടി വരും. കാരണം വേസ്റ്റ് പ്രോസസ്സിംഗ് യൂണിറ്റുകളാണെങ്കിലും ഇതിന്റെ എമിഷൻ നോംസ് ഒക്കെ ഇനി വേണമെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ നോംസ് ഒക്കെ മാറ്റി ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറോ എല്ലാം മാറ്റിയിട്ട് പുതിയൊരു കാപ്പക്സിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാപ്പക്സ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു റിസ്ക് തന്നെയാണ്. അപ്പം വേസ്റ്റ് മാനേജ്മെന്റ് സെക്ടർ എന്ന് പറയുന്നത് ഈ ഒരു സെക്ടർ വളരെയധികം ഇന്നത്തെ രീതിയിൽ പ്രാധാന്യം നേടിത്തരുന്ന ഒരു കാര്യമാണ്. വലിയ കമ്പനികളുള്ള ഗ്രാവിറ്റി വെബാകട്ടെ, പോണ്ടി ആകട്ടെ, നിളയാകട്ടെ, ഇവയെല്ലാം താരതമ്യേന ഞാൻ ഒരു ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഫിനാൻഷ്യലി വലിയൊരു കുഴപ്പമില്ലാത്ത കമ്പനികളാണ് ആന്റണി വേസ്റ്റ് ഉൾപ്പെടെ. പക്ഷേ ഇതൊന്നും ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളെല്ലാം നോക്കിയിട്ട് മാത്രം അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുക. പക്ഷേ ഈ സെക്ടർ ഇന്നത്തെ രീതിയിൽ താരതമ്യേന വളരെ നല്ലൊരു സെക്ടറാണ് എന്ന് കരുതി ഇതിൻ്റെ അകത്ത് റിട്ടേൺസ് അതിഭീകരമായിട്ടുള്ള റിട്ടേൺസ് കിട്ടും ഈ കമ്പനികൾക്കൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾ താരതമ്യേന മാർജിൻസ് നോക്കുമ്പോൾ അതൊരു വലിയ അതിഭീകരമായിട്ടുള്ള മാർജിൻസ് ആയിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ സെക്ടറുകളിലുള്ള കമ്പനികൾ നിക്ഷേപിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. മറ്റൊരു അധ്യായം വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.